ഹായ് ഫ്രണ്ട്സ്, PSC ക്വിക്ക് ഗൈഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് PSC ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന 7ാമത്തെ വീഡിയോ ആണ് ഇന്നത്തേത്. ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്ത 6 പാർട്സിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. താല്പര്യമുള്ളവർ അതുകൂടി കണ്ടു നോക്കൂ. ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റും മറ്റ് ക്ലാസ്സസും ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കണ്ട. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. An excursion to Bangalore dash by the school. Options: is being organized, are being organized, is been organized, are been organized. അപ്പോൾ സ്കൂള് ബാംഗ്ലൂരിലേക്ക് ഒരു എക്സ്കർഷൻ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പറയുക? An excursion to Bangalore is being organized by the school. Which one is correctly spelled? അപ്പോൾ വാക്വം എന്ന വേർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് VACUUM എന്നതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. He dash to market daily. Options: go, had gone, goes, has gone. അപ്പോൾ ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണ്, സിംഗുലർ വെർബാണ് ഉണ്ടാവുക. അപ്പോൾ he goes to market daily. If you work hard dash. Options: you will pass, you would pass, you would have passed, you would have passed. എന്താണ് ഇഫ് യു വർക്ക് ഹാർഡ്? ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യു വിൽ പാസ് ആണ് കറക്റ്റ് ആൻസർ. ദ ടൂറിസ്റ്റ് സ്പോട്ടഡ് എ ഡാഷ് ഓഫ് ലയൺസ്. ഓപ്ഷൻസ്: പ്രൈഡ്, ഹേർട്ട്, പാക്ക്, ഫ്ലോക്ക്. അപ്പോൾ ഒരു കൂട്ടം ലയൺസിന് പറയുന്നത് പ്രൈഡ് ഓഫ് ലയൺസ് എന്നാണ്. ഡാഷ് ഈസ് ഹിസ് ഫേവറൈറ്റ് ലെഷർ ആക്ടിവിറ്റി. ഓപ്ഷൻസ്: ടു റീഡ്, റീഡിംഗ്, ടു റീഡിംഗ്, റീഡ്. അപ്പൊ എന്താണ്? Reading is his favorite leisure activity. Shyam is a person who loves money but hates to spending. What will you call him? അതായത് പണം ഇഷ്ടമാണ്, ചെലവാക്കാൻ ഇഷ്ടമില്ലാത്ത ആളെ പറയുന്ന പേര്. ഓപ്ഷൻസ്: ക്യാപിറ്റലിസ്റ്റ്, ഫിലാന്ത്രോപ്പിസ്റ്റ്, മൈസർ, എക്കണോമിസ്റ്റ്. എന്നാണ് പറയുക? മൈസർ. This year we had dash sufficient rain. Options: im, in, dis, un. This year we had insufficient rain. Glass is transparent whereas wood is dash. Options: translucent, vague, opaque, clear. അപ്പോൾ ഗ്ലാസ് ഈസ് ട്രാൻസ്പാരന്റ്. ട്രാൻസ്പാരന്റ് എന്ന് പറഞ്ഞാൽ സുതാര്യമായത്, ലൈറ്റ് കടത്തി വിടുന്നത്. അപ്പോൾ whereas wood is, wood അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രാൻസ്പാരന്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ട്രാൻസ്പാരന്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഒപ്പേക്ക്. I looked dash the number in the telephone directory. Options: on, up, in, off. അപ്പോൾ എന്താണ്? I looked up the number എന്നാണ് വരിക. Look up എന്ന് പറഞ്ഞാൽ search for എന്നാണ് ആൻസർ. അപ്പോൾ I searched for the number in the telephone directory എന്ന് വരുന്നതിന് I looked up the number. She proved herself very dash at playing chess. Options: adopt, adapt, adept, none of the above. അപ്പോൾ ഇവിടെ എന്താണ് വരിക? adept. എന്തെങ്കിലും കാര്യത്തിൽ നല്ല കഴിവുള്ള ഇതിനാണ് അഡപ്റ്റ് എന്ന് പറയുന്നത്. വെരി സ്കിൽഡ് എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ ഷി പ്രൂവ്ഡ് ഹെർസെൽഫ് വെരി അഡപ്റ്റ് അറ്റ് പ്ലേയിങ് ചെസ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് ഗോയിങ് ടു ജപ്പാൻ. ഓപ്ഷൻസ്: ആർ, ഈസ്, വിൽ, വെർ. അപ്പൊ വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, എന്റെ ഫ്രണ്ട്സിൽ ഒരാൾ ജപ്പാനിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഈസ് ആണ് വരിക. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് ഗോയിങ് ടു ജപ്പാൻ. Slander means. Options: to praise, to applaud, to defame, to commend. അപ്പോൾ സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ അപവാദം പറയുക അല്ലെങ്കിൽ ഒരാളെ അപകീർത്തിപ്പെടുത്തുന്നതിനാണ് സ്ലാൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ അർത്ഥം വരുന്ന വാക്കാണ് to defame. His academic performance should be taken into account. Replace the underlined words with a suitable option. അപ്പോൾ taken into account എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ഓപ്ഷൻസ്: concerned, considered, preferred, checked. ഇപ്പൊ എന്താണ്? കൺസിഡേർഡ്. ഹിസ് അക്കാദമിക് പെർഫോമൻസ് ഷുഡ് ബി കൺസിഡേർഡ് എന്ന് പറയുന്നതിനാണ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. പിക്ക് ഔട്ട് എ വേർഡ് ദാറ്റ് മീൻസ് ഫോംഡ് ഓർ ക്രിയേറ്റഡ് വിത്ത് എ സ്പെഷ്യൽ പർപ്പസ്. ഓപ്ഷൻസ്: അഡ്ഹെയർ, അഡ്ഹോക്ക്, അഡ്വെന്റ്, അഡ്മോണിഷ്. അപ്പോൾ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറയുന്നത് അഡ്ഹോക്ക് എന്നാണ്. He returned after dash hour. Options: the,
a and no article. അപ്പോൾ ഏതാണ്? He returned after an hour. I am tired dash working. Options off, to, on, in. അപ്പോൾ എങ്ങനെയാ യൂസ് ചെയ്യുക? I am tired of working. More courageous, most courageous, courage, very courageous. അപ്പോൾ ഇവിടെ റിനി ഷീൻ എന്ന് രണ്ട് പേരെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിനി ഈസ് മോർ കറേജിയസ് ദാൻ ഷീൻ എന്നാണ് പറയുക. രേഖ വിൽ ഹാവ് ടീ ഡാഷ്. ഓപ്ഷൻസ് വിൽ ഷീ, വിൽ നോട്ട് ഷീ, ഷീ വിൽ, വോണ്ട് ഷീ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് സെന്റൻസ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. വിൽ വന്നതുകൊണ്ട് വിൽ പ്ലസ് നോട്ട്, വോണ്ട് ആയിരിക്കും ക്വസ്റ്റ്യൻ ടാഗിൽ വരിക. വോണ്ട് ഷീ എന്നതാണ് കറക്റ്റ് ആൻസർ. The stranger asked Sarah where she dash. Options lived, live, has lived, have lived. അപ്പോൾ the stranger asked എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ where she lived എന്നതാണ് correct answer. Use the correct tense of the words in brackets and fill in the gaps. When Raju reached the hall, the meeting dash already dash. അപ്പോൾ രണ്ട് ഡാഷിന്റെ അടുത്ത് have, begin എന്നീ വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇത് ഓൾറെഡി നടന്ന ഒരു കാര്യമാണ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ when Raju reached the hall, the meeting had already begun എന്നാണ് വരിക. While in Mumbai, he dash at a 5-star hotel. Options put in, put up, put about, put by. അപ്പോൾ മുംബൈയിലായിരുന്നപ്പോൾ അയാൾ ഒരു 5-star ഹോട്ടലിലാണ് താമസിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ താമസിച്ചത് എന്നർത്ഥം വരുന്ന put up എന്ന ഫ്രേസ് ആണ്. Let us have a cup of tea dash. Options can we, shan we, should we, shall we. അപ്പോൾ ലെറ്റസിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ലെറ്റസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് shall we എന്നായിരിക്കും. I congratulate you dash your success. Options on, for, in, by. അപ്പോൾ എങ്ങനെയാണ് പറയുക? I congratulate you on your success. Which of the following is correctly spelled? അപ്പോൾ catastrophe എന്ന വാക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് CATASTROPHE. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്പോസിറ്റ് വേർഡ് ഓഫ് ഷാലോ. ഷാലോ എന്നതിന്റെ ഓപ്പോസിറ്റ് ഡീപ്പ് എന്നാണ്. സെൻഷർ ഹാസ് ദി മീനിങ്. ഓപ്ഷൻസ് ചാർജ്, ബ്ലെയിം, കണ്ടം, അറ്റാക്ക്. അപ്പൊ സെൻഷർ എന്ന് പറഞ്ഞാൽ ക്രിട്ടിസൈസ് അല്ലെങ്കിൽ കണ്ടം എന്നാണ് അർത്ഥം. ഡാഷ് നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. ഓപ്ഷൻസ് എ ലിറ്റിൽ, ലിറ്റിൽ, എ ഫ്യൂ, സം. അപ്പൊ എങ്ങനെയാണ് പറയുക? എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. ന്യൂമിസ്മാറ്റിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് ഡാഷ്. അപ്പൊ ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത് കോയിൻസ് അല്ലെങ്കിൽ കറൻസിയെ കുറിച്ചുള്ള പഠനമാണ്. ദിസ് ഈസ് ദി മാൻ ഡാഷ് പേഴ്സ് വാസ് ലോസ്റ്റ് ഇൻ ദി ബസ്. ഓപ്ഷൻസ് ഹൂ, ഹും, വിച്ച്, ഹൂസ്. അപ്പൊ എങ്ങനെയാണ് പറയുക? ദിസ് ഈസ് ദി മാൻ ഹൂസ് പേഴ്സ് വാസ് ലോസ്റ്റ് ഇൻ ദി ബസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റോങ്ലി പെയ്ഡ്? വാർഡൻ, വാർഡ്രസ്, മാസ്റ്റർ, മിസ്ട്രസ്, വിഡോവർ, വിഡോ, ഫോക്സ്, വിക്സൺ. ഇപ്പൊ റോങ്ലി പെയ്ഡ് ഏതാണ്? ഇവിടെ മാസ്കുലിൻ ഫെമിനൈൻ ജെൻഡർ ആണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രൻ, വാർഡ്രസ് എന്നത് തെറ്റാണ്. ചിക്കൻ ഹാർട്ടഡ് മീൻസ്. ഓപ്ഷൻസ് ഹോണസ്റ്റ്ലി, ഫ്രണ്ട്ലി, ഫിയർഫുള്ളി, മെറിലി. അപ്പൊ ഭീരുത്വം അല്ലെങ്കിൽ പേടിയുള്ളതിനെയാണ് ചിക്കൻ ഹാർട്ടഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ സി, ഫിയർഫുള്ളി. On the way to airport, we met dash one-eyed man. Options the, and, a, is. അപ്പൊ ഇവിടെ എന്താണ്? ഡാഷ് കഴിഞ്ഞിട്ട് one-eyed man ആണ്. ഓയിലാണ് തുടങ്ങുന്നതെങ്കിലും പ്രൊനൗൺസിയേഷൻ വൺ എന്നാണ്. അപ്പൊ എ ആണ് ഇവിടെ വരിക. On the way to airport, we met a one-eyed man. What is your occupation? The sentence is. Options exclamatory sentence, interrogative sentence, imperative sentence, declarative sentence. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യനെ പറയുന്നത് interrogative sentence എന്നാണ്. Let's go to a drama dash. Options shall we, do we, don't we, had we. അപ്പോൾ ലെറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. shall we ആണ് ക്വസ്റ്റ്യൻ ടാഗ്. Choose the correct reported sentence. Where do you work? The policeman asked. അപ്പോൾ എങ്ങനെയാണ് വരിക? The policeman enquired where I worked. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Find out the gerund in the following sentence. Swimming is her favorite hobby.
ഓപ്ഷൻസ് ഹോബി, സ്വിമ്മിങ്, ഫേവറേറ്റ്, ഹെർ. അപ്പൊ ഇവിടെ സ്വിമ്മിങ് ആണ് ജെറൻഡ്. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ദി അറ്റൻഡർ ഓപ്പൺ ദി ഡോർ. അപ്പൊ എങ്ങനെയാണ് വരിക? ദി ഡോർ വാസ് ഓപ്പൺഡ് ബൈ ദി അറ്റൻഡർ. സെലക്ട് ദി കറക്റ്റ് ഫ്രേസ് പ്രിപ്പോസിഷൻ. ദി ബ്രേവ് സോൾജിയർ ഡൈഡ് ഫൈറ്റിംഗ് ഡാഷ് ഹിസ് കൺട്രി. ഓപ്ഷൻസ് ബിക്കോസ് ഓഫ്, ഇൻ കേസ് ഓഫ്, ഇൻസ്റ്റെഡ് ഓഫ്, ഓൺ ബിഹാഫ് ഓഫ്. അപ്പൊ എങ്ങനെയാണ് പറയുക? ദി ബ്രേവ് സോൾജിയർ ഡൈഡ് ഫൈറ്റിംഗ് ഓൺ ബിഹാഫ് ഓഫ് ഹിസ് കൺട്രി. Choose the correct phrasal verb. I can't dash his behavior. Options put on to, put up with, put out, put off. അപ്പൊ ഇവിടെ എങ്ങനെയാണ് പറയേണ്ടത്? I can't tolerate his behavior. അവന്റെ സ്വഭാവം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ പറയുന്നത്. അപ്പൊ tolerate എന്നർത്ഥം വരുന്ന ഫ്രേസ് put up with ആണ്. I can't put up with his behavior. Let me have a look. Dash. Options do you, will you, have you, haven't you. അപ്പൊ ലെറ്റ് മീ എന്നതിലാണ് ഇവിടെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ലെറ്റ് മീയിൽ സ്റ്റാർട്ട് ചെയ്ത അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് വിൽ യു എന്നായിരിക്കും. വുഡ് യു മൈൻഡ് ഡാഷ്. ഓപ്ഷൻസ് ഓപ്പണിംഗ് ദി വിൻഡോ, ഓപ്പൺ ദി വിൻഡോ, ഓപ്പൺ ദി വിൻഡോ, ടു ഓപ്പൺ ദി വിൻഡോ. അപ്പൊ എങ്ങനെയാണ് ചോദിക്കുക? വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദി വിൻഡോ. ദ ടീച്ചർ ആസ്ക്ഡ് ദി സ്റ്റുഡൻസ് ഡാഷ്. ഓപ്ഷൻസ് who are absent today, who were absent today, who are absent that day, who were absent that day. അപ്പോൾ ഇവിടെ ഓൾറെഡി നടന്ന കാര്യമാണ്. ദ ടീച്ചർ ആസ്ക്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്? ദ ടീച്ചർ ആസ്ക്ഡ് ദി സ്റ്റുഡൻസ് who were absent that day. രാജേഷ് dash the bank in 1990. Options has joined, have joined, is joined, joined. അപ്പൊ എങ്ങനെയാണ്? 1990 മുമ്പ് നടന്ന ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. രാജേഷ് joined the bank in 1990. Have you got an electric blanket dash your bed. Options in, at, on, for. അപ്പൊ എങ്ങനെയാണ്? Have you got an electric blanket on your bed. He decided to fight for justice dash. Options in all costs, at all costs, to all costs, from all costs. എന്താണ്? He decided to fight for justice at all costs. There is a policeman standing dash. Options at the corner, in the corner, on the corner, above the corner. എന്താണ്? There is a policeman standing at the corner. If I have the money dash a car. Options I would buy, I will buy, I would have bought. അപ്പൊ if I have the money എന്നാണ് പറഞ്ഞിരിക്കുന്നത്. I will buy a car. I always dash my revision notes just before I go into an examination. Options go in, go at, go over, go on. അപ്പോൾ എക്സാമിനേഷന് പോകുന്നതിന് മുമ്പ് എൻ്റെ റിവിഷൻ നോട്ട്സ് ഞാൻ ഒന്നുകൂടെ പഠിക്കുമെന്ന് പറയുന്നതാണ്. അപ്പോൾ I always go over my revision notes just before I go into an examination. The belief that God is everything and everything is God. Options pantheism, atheism, monotheism, polytheism. അപ്പോൾ ദൈവമാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്നതിന് പറയുന്നത് pantheism എന്നാണ്. The word nearest in meaning to futile. Options fruitful, profitable, angry, vain. അപ്പോൾ ഫ്യൂട്ടൈൽ എന്ന വാക്കിന്റെ അർത്ഥം ഫ്രൂട്ട്ലെസ് അല്ലെങ്കിൽ യൂസ്ലെസ്, വർത്ത്ലെസ് അല്ലെങ്കിൽ വെയിൻ, വ്യർത്ഥം എന്ന അർത്ഥമാണ് ഇതിനുള്ളത്. ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഈസ്. ഇപ്പൊ എംബാരസ്മെന്റ് എന്ന വാക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എംബാരസ്മെന്റിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് EMBARRASSMENT. ദി ആന്റോണിം ഓഫ് ബാർബറസ് ഈസ്. ഓപ്ഷൻസ് savage, civilized, rude, harsh. ഇപ്പൊ ബാർബറസ് എന്ന വാക്കിന്റെ അർത്ഥം ക്രൂവൽ, ക്രൂരമായത് അല്ലെങ്കിൽ ബ്രൂട്ടൽ എന്നതാണ്. അപ്പൊ അതിന്റെ ആന്റോണിം സിവിലൈസ്ഡ് എന്നതാണ്. Go to the dogs means. Options be ruined, search, go after the dogs, run fast. അപ്പൊ go to the dogs എന്ന ഇഡിയത്തിന്റെ അർത്ഥം be ruined എന്നാണ്. A fleet of 20 dash. Options stars, ants, cattle, ships. അപ്പൊ a fleet of എന്ന കളക്റ്റീവ് നൗൺ ഷിപ്സിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക. a fleet of ships എന്നാണ് പറയുക. Snakes dash. Options hoot, hiss, squeak, grunt. അപ്പൊ സ്നേക്സ് എന്റെ അനിമൽ സൗണ്ടിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ സ്നേക്സിന്റെ സൗണ്ട് ഹിസ് എന്നാണ്.
dash his popularity he didn't win the election. Options though, although, in spite of, despite of. അപ്പൊ അവൻ ഭയങ്കര പോപ്പുലർ ആണെങ്കിലും ഇലക്ഷനിൽ ജയിച്ചില്ല എന്നാണ് പറയുക. അപ്പൊ in spite of എന്നാണ് ഇവിടെ യൂസ് ചെയ്യുക. In spite of his popularity he didn't win the election. Copper is dash useful metal. Options and, the, that, a. എന്താണ്? Copper is a useful metal. Teaching is a dash profession. Options respectable, respective, respectful, respectfully. അപ്പൊ എങ്ങനെയാണ് പറയുക? Teaching is a respectable profession. ഇതേ അർത്ഥത്തിൽ teaching is a reputable profession എന്നും ഉപയോഗിക്കാം. You had better dash. Options locked the door, locking the door, lock the door, to lock the door. അപ്പൊ എന്താണ്? You had better lock the door എന്നാണ് പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. അതുപോലെ ഇതുവരേക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.